ഇംഗ്ലീഷ് ഒരു ബാലികേറാ മലയല്ലതിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറേ വീഡിയോകളിലായിട്ട് പ്രപ്പോസിഷൻസിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപ്പോസിഷനുകളുടെ തുടർച്ചയായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഫോർ എന്ന പ്രപ്പോസിഷൻ വളരെ സർവ്വസാധാരണമായിട്ട് തന്നെ നമ്മൾ മിക്കവാറും എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. അപ്പം അതുപോലെ നമ്മൾക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക് കടന്നു ചെന്ന് അവ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മൾക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സന്ദർഭത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ സെന്റൻസ്, ദ മീറ്റിംഗ് കണ്ടിന്യൂഡ് ഫോർ 2 hours. He studied maths for an hour. He studied maths an hour. I haven't met you for long. Office will not open for a few days. ഇപ്പോൾ നമ്മളിവിടെ 4-5 സെന്റൻസുകൾ കണ്ടു. അവയിൽ ഫോർ ഏത് സാഹചര്യങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ സെന്റൻസ്, ദ മീറ്റിംഗ് കണ്ടിന്യൂഡ് ഫോർ 2 hours. മീറ്റിംഗ് 2 മണിക്കൂർ നീണ്ടു നിന്നു. അവിടെ ഫോർ 2 hours എന്നാണ് വന്നത്. ഫോർ 2 hours എന്ന് പറയുമ്പോൾ ആ 2 മണിക്കൂർ എന്നുള്ള മൊത്ത സമയ ദൈർഘ്യം അവിടെ കൃത്യമായിട്ട് ആ ഒരു പ്രതീതി ഫോർ 2 hours എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസിലും ഹി സ്റ്റഡീഡ് മാത്സ് ഫോർ ആൻ അവർ. അവൻ കണക്ക് 1 മണിക്കൂർ പഠിച്ചു. ഫോർ ആൻ അവർ, ആ 1 മണിക്കൂർ എന്നുള്ള സമയ ദൈർഘ്യം, ആ എൻ്റെ ഡ്യൂറേഷൻ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ സെന്റൻസിൽ കൂടി. അതേസമയം അതിന്റെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന സെന്റൻസ് നോക്കുക, ഹി സ്റ്റഡീഡ് മാത്സ് ആൻ അവർ. അവൻ 1 മണിക്കൂർ കണക്ക് പഠിച്ചു. ഹി സ്റ്റഡീഡ് മാത്സ് ആൻ അവർ എന്ന് പറയുമ്പോൾ അവിടെ ആ ടോട്ടൽ ടൈമിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. 1 മണിക്കൂർ എന്നുള്ള ആ ഒരു പ്രതീതി മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. അതേസമയം മുകളിലത്തെ സെന്റൻസ് നമ്മൾ കണ്ടു, ഹി സ്റ്റഡീഡ് മാത്സ് ഫോർ ആൻ അവർ. ഫോർ ആൻ അവർ എന്ന് പറഞ്ഞപ്പോൾ ആ എൻ്റയർ പീരീഡും അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തി. ആ 1 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പ്രതീതി നമ്മൾക്ക് ആ സെന്റൻസിൽ കൂടി കിട്ടുന്നുണ്ട്. അതാണ് ആ 2 സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ 2 സെന്റൻസുകൾ കണ്ടത് ഒരു ടൈം ഡ്യൂറേഷനെ കാണിക്കാൻ വേണ്ടി, ആ ടൈം ഡ്യൂറേഷന്റെ ലെന്തിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളവിടെ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചത്. അതുപോലെ നമുക്ക് ഇനി ലാസ്റ്റ് 2 സെന്റൻസിലേക്ക് വരാം. ആദ്യത്തെ സെന്റൻസ്, അതിനകത്ത് ഐ ഹാവൻ മെറ്റ് യു ഫോർ ലോങ്. ഞാൻ നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഞാൻ നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് പറയുമ്പോൾ അവിടെ ഒരു സമയ ദൈർഘ്യത്തെയാണ്, ലെങ്ത് ഓഫ് ടൈമിനെയാണ് കാണിക്കുന്നത്. ഒരുപാട് നാളായി എന്നാണ് കാണിക്കുന്നത്. ഫോർ ലോങ്, അവിടെയും ഫോർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലെങ്ത് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയാണ്, ഒരു സമയ ദൈർഘ്യത്തെ കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ലാസ്റ്റ് സെന്റൻസിൽ ഓഫീസ് will not open for a few days. കുറേ ദിവസത്തേക്ക് ഓഫീസ് തുറക്കില്ല. കുറേ ദിവസത്തേക്ക് എന്ന് പറയുന്നത് ഒരു സമയ ദൈർഘ്യമാണ്, ഒരു ലെങ്ത് ഓഫ് ടൈം ആണ്. അപ്പോഴൊരു സമയ ദൈർഘ്യം, അതുപോലെ തന്നെ ഒരു പ്രവൃത്തി, ഒരു കാര്യം നീണ്ടു നിന്ന ആ എൻ്റെ സമയ ദൈർഘ്യത്തെ കാണിക്കാൻ വേണ്ടി, ആ എൻ്റെ ഡ്യൂറേഷനെ കാണിക്കാൻ വേണ്ടി ഇവയ്ക്കൊക്കെ നമുക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ആദ്യത്തെ സെന്റൻസിൽ 2 മണിക്കൂർ മീറ്റിംഗ് നീണ്ടു നിന്നു, അവന്റെ പഠിത്തം 1 മണിക്കൂർ നീണ്ടു നിന്നു എന്നൊക്കെ വന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടത് ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഏതെങ്കിലും ഒരു കാര്യം നീണ്ടു നിൽക്കുന്ന ആ എൻ്റെ ഡ്യൂറേഷനെ, ആ സമയ ദൈർഘ്യത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം നടക്കാനിരിക്കുന്നതും നടന്നതുമായുള്ള ഒരു കാര്യത്തിന്റെ ലെങ്ത് ഓഫ് ടൈമിനെ, അതിൻ്റെ സമയ ദൈർഘ്യത്തെ കാണിക്കാൻ വേണ്ടിയും നമുക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാമെന്ന് കണ്ടു. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ എൻ്റയർ ഡ്യൂറേഷനെയും ലെങ്ത് ഓഫ് ടൈമിനെയും കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഫോറിന്റെ അടുത്ത ഉപയോഗത്തിലേക്ക് കടക്കാം. ദിസ് റൈംസ് ആർ ഫോർ നഴ്സറി ചിൽഡ്രൻ. ദിസ് ഈസ് എ ന്യൂ സീറ്റ് കവർ ഫോർ അവർ കാർ. ഐ ഹാവ് എ പെൻ ഫോർ യു. നൈഫ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ്. ഫോർ എന്ന പ്രപ്പോസിഷനും നമ്മൾ വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതാണ്. ഈ പറഞ്ഞ സെന്റൻസുകൾ കൂടി ഫോർ എന്ന പ്രപ്പോസിഷന്റെ വളരെ സർവ്വസാധാരണമായ ഉപയോഗമാണ് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, ദിസ് റൈംസ് ആർ ഫോർ നഴ്സറി ചിൽഡ്രൻ. ഈ റൈംസ് നഴ്സറി ചിൽഡ്രന് വേണ്ടിയുള്ള, നഴ്സറി കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ ഫോർ നഴ്സറി ചിൽഡ്രൻ എന്നാണ് വന്നത്. നഴ്സറി കുട്ടികൾക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഫോർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ സെന്റൻസിൽ ദിസ് ഈസ് എ ന്യൂ സീറ്റ് കവർ ഫോർ അവർ കാർ. ഇത് നമ്മളുടെ കാറിന് വേണ്ടിയുള്ള പുതിയ സീറ്റ് കവർ ആണ്. ഫോർ അവർ കാർ, നമ്മളുടെ കാറിന് അല്ലെങ്കിൽ കാറിന് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെയും ഫോർ ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സെന്റൻസിൽ ഐ ഹാവ് എ പെൻ ഫോർ യു.
നിനക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു പെന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ആ പേന നിന്റെ ഉപയോഗത്തിന് വേണ്ടിയാണ്, നിന്നെ ഉദ്ദേശിച്ചാണ് വാങ്ങിയത് എന്നുള്ള അർത്ഥമാണ്. ലാസ്റ്റ് സെന്റൻസ്, നൈഫ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ്. കത്തി നമ്മൾ കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അവിടെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്, ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ കത്തി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 സെന്റൻസുകളിൽ കണ്ടു, റൈംസ് നഴ്സറി ചിൽഡ്രൻസിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്, അവരുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്, അവർക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ സീറ്റ് കവർ നമ്മളുടെ കാറിന് വേണ്ടിയുള്ളതാണ്, അത് വാങ്ങിക്കാനുള്ള ഇന്റൻഷൻ, അത് വാങ്ങിക്കാനുള്ള ഉദ്ദേശം നമ്മളുടെ കാറിനിടാനാണ്. അതുപോലെ 3-ാമത്തെ സെന്റൻസില് പേന നിനക്ക് വേണ്ടിയാണ്, നിന്റെ ഉപയോഗത്തിന് വേണ്ടിയാണ്. അതുപോലെ 4-ാമത്തെ സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ്, അവിടെ കത്തി കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ആ ഒരു യൂസിന് വേണ്ടിയാണ്, ആ ഒരു പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ആരെങ്കിലും ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ആർക്കെങ്കിലും യൂസിന് വേണ്ടി, എന്തെങ്കിലും ഉപയോഗത്തിന് എന്നൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ 4 സെന്റൻസുകളിലും ഫോർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ലാസ്റ്റ് സെന്റൻസിൽ കണ്ട നൈഫ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ്, ഏതെങ്കിലും ഒരു ഉപകരണം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് കാണിക്കാൻ സാധാരണയായിട്ട് നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫോർ എന്ന പ്രപ്പോസിഷന്റെ വളരെ സർവ്വസാധാരണമായ ഉപയോഗമാണ് കണ്ടത്. ഏതെങ്കിലും ഒരു വസ്തു, ഏതെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും വേണ്ടിയാണ്, ആരെങ്കിലും ഉദ്ദേശിച്ചുള്ളതാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എല്ലാം ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫോർ എന്ന പ്രപ്പോസിഷന്റെ അടുത്ത ഉപയോഗത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സെന്റൻസ്, ക്യാൻ യു ബൈ എ പെൻ ഫോർ മീ, ക്യാൻ യു ഡു എ ഫേവർ ഫോർ മീ, പേരൻസ് ആർ ഏർണിംഗ് ഫോർ ദെയർ ചിൽഡ്രൻ. ഈ പറഞ്ഞ സെന്റൻസുകളിലെ ഫോറിന്റെ ഉപയോഗത്തെ പറ്റി എന്താണെന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, ക്യാൻ യു ബൈ എ പെൻ ഫോർ മീ, നിനക്ക് എനിക്ക് വേണ്ടി ഒരു പേന വാങ്ങാൻ കഴിയുമോ. രണ്ടാമത്തെ സെന്റൻസില് ക്യാൻ യു ഡു എ ഫേവർ ഫോർ മീ, നിനക്ക് എനിക്കൊരു ഫേവർ ചെയ്യാൻ കഴിയുമോ. ഇവിടെ രണ്ടിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഹെൽപ്പ്, ഒരു സഹായം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. പെൻ വാങ്ങുന്നതായാലും മറ്റ് ഏതെങ്കിലും ഒരു ഫേവർ ചെയ്യുന്നതായാലും ഇത് രണ്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സഹായമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. അതുപോലെ ലാസ്റ്റ് സെന്റൻസിൽ പേരൻസ് ആർ ഏർണിംഗ് ഫോർ ദെയർ ചിൽഡ്രൻ, പേരൻസ് കുട്ടികൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു, ഏൺ ചെയ്യുന്നു, അവർക്ക് വേണ്ടി, അവരുടെ ബെനിഫിറ്റിന് വേണ്ടി, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മറ്റുള്ള ആരുടെയെങ്കിലും സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി വരുന്ന സെന്റൻസുകളിൽ നമ്മൾക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. നമ്മളിവിടെ കണ്ടത് ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ആരെയെങ്കിലും സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നതിനോ നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ്. ഇനി ഫോർ എന്ന പ്രപ്പോസിഷന്റെ അടുത്ത ഉപയോഗത്തിലേക്ക് കടക്കാം. എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, വി ലേൺ ഫോർ നോളജ്, ദ ആപ്ലിക്കൻസ് പ്രിപ്പയർ ഫോർ ദ ജോബ്. ഫോറിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട 4 സെന്റൻസുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, എക്സസൈസ് ആരോഗ്യത്തിന് നല്ലതാണ്. ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് ആരോഗ്യം സംരക്ഷിക്കാൻ ആണ് എന്നുള്ള ഒരർത്ഥമാണ് അവിടെ വരുന്നത്. ആ എക്സസൈസ് എന്ന ഫംഗ്ഷന്റെ ഉദ്ദേശം അവിടെ ആരോഗ്യം സംരക്ഷിക്കുകയാണ്. അതുപോലെ വി ലേൺ ഫോർ നോളജ്, നമ്മൾ പഠിക്കുന്നത് അറിവിന് വേണ്ടിയാണ്, അറിവ് സമ്പാദിക്കാനാണ്. അവിടെയും നമ്മളൊരു കാര്യം ചെയ്യുന്നത് വേറൊരു കാര്യം നേടിയെടുക്കാനാണ്. നമ്മൾ പഠിക്കുന്നത് അറിവ് സമ്പാദിക്കാനാണ് അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ലാസ്റ്റ് സെന്റൻസ്, ദ ആപ്ലിക്കൻസ് പ്രിപ്പയർ ഫോർ ദ ജോബ്, ജോലിക്ക് അപേക്ഷിച്ചവര് ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. അവിടെയും ജോലി നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവര് പ്രിപ്പയർ ചെയ്യുന്നത്, അവര് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മൾക്ക് അങ്ങനെ വരുന്ന സെന്റൻസുകളിൽ നമുക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാമെന്നാണ് കണ്ടത്. നമ്മളിപ്പോൾ കണ്ടത് ഫോറിന്റെ വളരെ നല്ലൊരു ഉപയോഗമാണ്. ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യുന്ന, അങ്ങനെ പറഞ്ഞു വരുന്ന സെന്റൻസുകളിൽ നമ്മൾക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഈ കണ്ടത്. ഇനി നമുക്ക് ഫോറിന്റെ മറ്റൊരു ഉപയോഗത്തിലേക്ക് കടക്കാം. ഹി ഗോട്ട് ആൻ അവാർഡ് ഫോർ ഹിസ് സക്സസ് ഇൻ എക്സാം. അതിരപ്പള്ളി ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് വാട്ടർഫാൾസ്. ഹി കുഡിന്റ് ഈറ്റ് ഫോർ toothache. ഈ പറഞ്ഞ 3 സെന്റൻസുകൾ കൂടിയും നമ്മൾ ഫോറിന്റെ നല്ലൊരു ഉപയോഗത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹി ഗോട്ട് ആൻ അവാർഡ് ഫോർ ഹിസ് സക്സസ് ഇൻ എക്സാം. അവന് പരീക്ഷയിലുള്ള വിജയത്തിന് ഒരു അവാർഡ് കിട്ടി. ഫോർ ഹിസ് സക്സസ് ഇൻ എക്സാം എന്നാണ്
അവിടെ വന്നത്. അവന് അവാർഡ് അവിടെ കിട്ടാൻ കാരണം പരീക്ഷയിലുള്ള വിജയമാണ്. അതിന്റെ റീസൺ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസിൽ അതിരപ്പള്ളി ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് വാട്ടർഫാൾസ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കൊണ്ട് വളരെ പ്രസിദ്ധമാണ്. അതിരപ്പള്ളി ഫേമസ് ആവാൻ ഉള്ള ഒരു റീസൺ ആണ് വാട്ടർഫാൾ. അവിടെയും ഫോർ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ ഇറ്റ്സ് വാട്ടർഫാൾസ് എന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് സെന്റൻസിൽ ഹി കുഡിൻ ഈറ്റ് ഫോർ ടൂത്തേക്ക്. അവന് പല്ലുവേദന ആയതുകൊണ്ട് ആഹാരം കഴിക്കാൻ കഴിഞ്ഞില്ല. അവിടെയും പല്ലുവേദന ആയിരുന്നത് കൊണ്ട്, ബിക്കോസ് ഓഫ് ടൂത്തേക്ക് എന്നുള്ളൊരു അർത്ഥമാണ് അവിടെയും വരുന്നത്. അതിന്റെ റീസൺ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നത് മറ്റേതെങ്കിലും ഒരു കാരണം കൊണ്ടാണെന്ന് കാണിക്കുന്ന സെന്റൻസുകളിൽ നമ്മൾ ഫോർ ഉപയോഗിക്കുന്നതാണ് ഈ 3 സെന്റൻസുകളിൽ കൂടി കണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നത് മറ്റൊരു കാരണം കൊണ്ടാണെന്ന്, അത് ആ റീസൺ, ഫോർ എന്ന് പറഞ്ഞാൽ അവിടെ ആ റീസൺ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ 3 സെന്റൻസുകളിലും ഉപയോഗിച്ച് കണ്ടത്. അക്കാരണത്താൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവിടെയൊക്കെ ഫോർ ഉപയോഗിച്ചത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഫോറിന്റെ മറ്റു ഉപയോഗങ്ങളിലേക്ക് കിടക്കാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. ഐ വാസ് വർക്കിംഗ് ഫോർ ഹിം. ഹി ഈസ് വർക്കിംഗ് ഫോർ എ ട്രാൻസ്പോർട്ട് കമ്പനി. ഈ സെന്റൻസുകളിൽ കൂടി നമ്മൾ ഫോറിന്റെ 2-3 സന്ദർഭങ്ങളിലുള്ള ഉപയോഗമാണ് കാണാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. ഞാനിവിടെ 2 വർഷമായി ജോലി ചെയ്തു വരുന്നു. ഞാനിവിടെ 2 വർഷമായി ജോലി ചെയ്തു വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ 2 years, for 2 years എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടൈം ഡ്യൂറേഷനെ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസുകളുടെ അതേ സെയിം സ്വഭാവമാണ് for 2 years എന്ന് ഇവിടെ പറയുമ്പോൾ. ഇവിടെ ഒരു ലെങ്ത് ഓഫ് ടൈം ആണ് 2 years എന്ന് പറയുന്നത്. ആ ഒരു പർപ്പസ് ആണ് ആദ്യത്തേത്. അത് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഇവിടെ ഒരു അവസ്ഥ, 2 വർഷമായി ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസിലും ഐ വാസ് വർക്കിംഗ് ഫോർ ഹിം, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. അവിടെയും ഒരു നിലനിന്നിരുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിലനിന്നിരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയെ പറ്റി പറയാൻ വേണ്ടി അങ്ങനെ വരുന്ന സെന്റൻസുകളിൽ നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ് ഈ 2 സെന്റൻസുകളിൽ കൂടി കണ്ടത്. അതുകൊണ്ടാണ് വർക്കിംഗ് ഹിയർ ഫോർ 2 years അത് ഇപ്പോഴും നിലനിന്നു പോരുന്ന ഒരു അവസ്ഥയും, ഐ വാസ് വർക്കിംഗ് ഫോർ ഹിം അത് നിലനിന്നിരുന്ന ഒരു അവസ്ഥയുമാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് സെന്റൻസിൽ ഹി ഈസ് വർക്കിംഗ് ഫോർ എ ട്രാൻസ്പോർട്ട് കമ്പനി, അതും ഒരു തരത്തില് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതേസമയം തന്നെ അവിടെ ഫോറിന്റെ ഉപയോഗം വേറൊരു തലത്തിൽ കൂടിയും നമുക്ക് വ്യാഖ്യാനിക്കാം. ഹി ഈസ് വർക്കിംഗ് ഫോർ എ ട്രാൻസ്പോർട്ട് കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കാനും നമുക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. ഫോർ എ ഫാക്ടറി, ഫോർ എ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. നമ്മൾ അറ്റ്, ഇന്ന് ഈ പ്രപ്പോസിഷൻസ് ഒക്കെ പഠിച്ചപ്പോഴേ വർക്ക് പ്ലേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു അവസ്ഥ നിലനിന്നിരുന്നു, അല്ല നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള അവസ്ഥകളിൽ നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ നമ്മളിവിടെ കണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അത് നിലനിന്നതായാലും നിലനിൽക്കുന്നതായാലും ഏത് തന്നെയായാലും. അതുപോലെ തന്നെ നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാനും ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. ഇനി നമ്മൾക്ക് ഫോർ എന്ന പ്രപ്പോസിഷന്റെ അടുത്ത യൂസേജിലേക്ക് കിടക്കാം. ആദ്യത്തെ സെന്റൻസ്, ദേ വോട്ടഡ് ഫോർ ഹിം, ഐ വിൽ സ്പീക്ക് ഫോർ യു, പേരൻസ് ആർ ഫോർ ചിൽഡ്രൻ ഇൻ ദെയർ സ്റ്റഡീസ്. ഫോർ എന്ന പ്രപ്പോസിഷൻ ഈ പറഞ്ഞ സെന്റൻസുകളിൽ വരുന്ന രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും അതിന്റെ ആശയം വളരെ വ്യത്യസ്തമാണ്. അത് എന്താണെന്ന് നമുക്ക് ഈ സെന്റൻസുകളിൽ കൂടി ഒന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, ദേ വോട്ടഡ് ഫോർ ഹിം, അവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അവിടെ വോട്ടഡ് ഫോർ ഹിം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സപ്പോർട്ടായി ചെയ്തു എന്നാണ്. ഇൻ സപ്പോർട്ട് ഓഫ് ഹിം എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ രണ്ടാമത്തെ സെന്റൻസിലും ഐ വിൽ സ്പീക്ക് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം എന്ന് പറയുമ്പോൾ സ്പീക്ക് ഇൻ സപ്പോർട്ട് ഓഫ് യു എന്നാണ് അവിടെ അർത്ഥം. അതായത് നമ്മളൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോവുകയാണ്, അതിനു മുമ്പ് നമ്മൾ ആശയവിനിമയം നടത്തി. അപ്പോൾ ഒരാളോട് പറയുകയാണ്, ഞാൻ മീറ്റിംഗിൽ നിന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയാണ്, നിന്റെ സപ്പോർട്ടായിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് സെന്റൻസിൽ പേരൻസ് ആർ ഫോർ ചിൽഡ്രൻ ഇൻ ദെയർ സ്റ്റഡീസ്,
പേരൻസ് ആർ ഇൻ സപ്പോർട്ട് ഓഫ് ചിൽഡ്രൻ ഇൻ ദെയർ സ്റ്റഡീസ് എന്നാണ്. പഠിത്ത കാര്യത്തിൽ പേരൻസ് കുട്ടികളുടെ സപ്പോർട്ടിനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഇൻ സപ്പോർട്ട് ഓഫ് ചിൽഡ്രൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. അവിടെ ഇൻ സപ്പോർട്ട് ഓഫ് എന്ന അർത്ഥത്തിലാണ് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സപ്പോർട്ടിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ് ഈ 3 സെന്റൻസുകളിൽ കൂടി കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോറിന്റെ ഒട്ടുമിക്ക ഉപയോഗങ്ങളും കണ്ടു. അവ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്യാം. ആദ്യമായി നമ്മൾ കണ്ടത് ഏതെങ്കിലും ഒരു പ്രവൃത്തി നടക്കുന്നതിന്റെ അല്ലെങ്കിൽ നടന്നതിന്റെ സമയ ദൈർഘ്യത്തെ എടുത്തു കാണിക്കാൻ വേണ്ടി, അതിന്റെ മൊത്തം സമയത്തെ കാണിക്കുന്നതിലുപരി ആ സമയത്തിന്റെ ദൈർഘ്യം വളരെ വ്യക്തമായിട്ട് ആ പ്രതീതി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ലെങ്ത് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടി ഫോർ ഉപയോഗിക്കുന്നതായിട്ടാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു മറ്റുള്ള ഒരാളുടെ ഉപയോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപകരണം ഏതെങ്കിലും ഒരു യൂസിനാണ് എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രവൃത്തി മറ്റുള്ളവരുടെ ഒരു അസിസ്റ്റൻസിന് വേണ്ടി, ഒരു ഹെൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയും നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത് കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഘട്ടത്തിലും ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്നതിന്റെ അല്ലെങ്കിൽ സംഭവിച്ചതിന്റെ റീസൺ മറ്റേതെങ്കിലും ഒരു കാര്യമാണെന്ന് കാണിക്കുന്ന ആ റീസണെ ഷോ ചെയ്യാൻ വേണ്ടിയും നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ വസ്തുവിന്റെ നിലനിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നിലനിന്നിരുന്ന അവസ്ഥയെ പറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. അതുപോലെ ഒരു വ്യക്തി ആർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. അവസാനമായി നമ്മൾ കണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുന്നതായിട്ട് കാണിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മളിവിടെ ഫോർ എന്ന പ്രപ്പോസിഷന്റെ ഉപയോഗത്തെ പറ്റിയാണ് ഇതുവരെ പഠിച്ചത്. നിങ്ങൾക്കത് പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളിത് കാണാതെ പഠിക്കാതെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്ത് എപ്പോഴും പറയാറുള്ളത് പോലെ ആ രീതിയിൽ പഠിക്കുക. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഒരു ബാലികേറാമലി അല്ലാതെയാക്കാം.